അനുഗ്രഹീതമായ സദസ്സിന് വന്ദനം. പ്രിയരെ, കലയുടെ പെരുങ്കളിയാട്ടത്തെ കണ്ണിമക്കാത്ത ഹൃദയത്തിലേറ്റിയ എല്ലാ വൈജാത്യങ്ങൾക്കും അപ്പുറം ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് കവി NN കക്കാടിന്റെ ഈ കാവ്യസുന്ദരമായ ആതിഥേയത്വത്തിന്റെ മധുരം നുണഞ്ഞവർ. ആനന്ദത്തിന്റെ പരാജിതരായി ആരും മടങ്ങുന്നില്ല, പകരം വിജയവഴികളിൽ നാളെ വസന്തമായി. കേരളത്തിന്റെ ബഹുമാന്യനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി PK അബ്ദുൾ റബ്ബ്, BK പ്രശാന്ത്, KC ജോസഫ് സാംസ്കാരിക വകുപ്പ് മന്ത്രി, ഈ മേളയിൽ പങ്കെടുക്കുന്ന റിസപ്ഷൻ കമ്മിറ്റിയുടെ കൺവീനർ കൂടിയായിട്ടുള്ള NS സലീം ഫാറൂഖി, വിവിധ വിദ്യാഭ്യാസ സംഘടനകളുടെ ബഹുമാന്യരായ നേതാക്കൾ ഉൾപ്പെടെ എല്ലാ വിശിഷ്ട വ്യക്തികളും ഈ വേദിയിൽ എത്തിക്കഴിഞ്ഞു, സന്നിധരായി കഴിഞ്ഞു. ഈശ്വര പ്രാർത്ഥനയോടുകൂടി ചടങ്ങ്, സമാപന സമ്മേളന ചടങ്ങ് ഔപചാരികമായി ആരംഭിക്കുകയാണ്. കോട്ടൺ ഹിൽസ് സ്കൂൾ വിദ്യാർത്ഥിനികളാണ് ഈശ്വര പ്രാർത്ഥന ആലപിക്കുന്നത്. ഹയർ സെക്കൻഡറി ഡയറക്ടർ നൗഫൽ സാർ, അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ട് അദ്ദേഹത്തിന് നേതൃത്വം കൊടുത്ത ഘോഷയാത്രാ കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായ ശബരിനാഥ് MLA ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ നേരാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന തൈക്കാട് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അനന്തപുരിയിലെ വിവിധ സ്കൂളുകളിലും കോളേജുകളിലുമായി നടന്ന 232 ഇനങ്ങൾ ഉൾക്കൊള്ളുന്ന മത്സരങ്ങൾ സമാപിച്ചു. ജില്ലാ തലത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ ജില്ലകളുടെ പ്രഖ്യാപനം ഇവിടെ നടത്താൻ പോവുകയാണ്. യാതൊരുവിധ പരാതികൾക്കും ഇട നൽകാതെ ഇത്രയേറെ ഇനങ്ങൾ, ഇത്രയേറെ ദിവസങ്ങൾ, ഇത്രയേറെ കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു കലോത്സവം കാര്യമായ പരാതികളൊന്നുമില്ലാതെ പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇത് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷമുള്ള 5ാമത് കലോത്സവത്തിൻ്റെ മാത്രം പ്രത്യേകതയല്ല. കഴിഞ്ഞ 5 വർഷങ്ങളിൽ 4 വർഷങ്ങളിലും നടന്ന എല്ലാ കലോത്സവങ്ങളും ഒന്നിനൊന്ന് മെച്ചമായി വിജയകരമായി പൂർത്തിയാക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആത്മാർത്ഥമായ സാന്നിധ്യവും സഹകരണവും പങ്കാളിത്തവും ഒക്കെ ഉണ്ടെങ്കിലും അവർക്ക് ഇടപെടേണ്ട അവസരങ്ങൾ ഈ 7 ദിവസങ്ങളിലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഇവിടെ പങ്കെടുക്കുന്ന കാണികളാണെങ്കിലും ശരി, രക്ഷിതാക്കളാണെങ്കിലും ശരി, ആരാണെങ്കിലും അവരെല്ലാം തന്നെ ഇതിൻ്റെ നടത്തിപ്പുകാരായി, സംഘാടകരായി മാറുകയും നമ്മുടെ പുതിയ തലമുറയുടെ കലാസാഹിത്യ വാസനകൾ പ്രോത്സാഹിപ്പിക്കുവാൻ, അവരുടെ പ്രതിഭകളെ കണ്ടെത്തുവാൻ ഒരേ മനസ്സോടുകൂടി പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് ഇങ്ങനെ ഒരു വിജയം നമുക്കുണ്ടാക്കാൻ സാധിക്കുന്നത്. ഇതൊരു കൂട്ടായ്മയാണ്, ആരുടെയെങ്കിലും ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു കമ്മിറ്റിയുടെയോ മാത്രം വിജയമല്ല. ഇതിൻ്റെ കൂട്ടായ്മ എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥന്മാരുണ്ട്, ജനപ്രതിനിധികളുണ്ട്, മന്ത്രിമാരുണ്ട്. ഇതിൻ്റെ സ്വാഗത സംഘം ചെയർമാൻ നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീ VS ശിവകുമാറാണ്. അപ്പം അങ്ങനെ മന്ത്രിമാരും MLAമാരും ഒക്കെ വിവിധ സബ് കമ്മിറ്റികളുടെ ചെയർമാന്മാരായി, വിദ്യാഭ്യാസ സംഘടനകളുടെ പ്രതിനിധികൾ ഇതിൻ്റെ കൺവീനർമാരായി, അതോടൊപ്പം തന്നെ മാധ്യമങ്ങൾ വളരെയേറെ കഴിഞ്ഞ 3-4 വർഷങ്ങളിലായി ലോകമെമ്പാടുമുള്ള മലയാളികളിലേക്ക് നമ്മുടെ കുട്ടികളുടെ പ്രകടനങ്ങൾ എത്തിക്കുവാൻ വേണ്ടി വളരെ ആത്മാർത്ഥമായ പരിശ്രമങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി രാപകൽ വ്യത്യാസമില്ലാതെ അനന്തപുരിയുടെ മണ്ണും ഇവിടുത്തെ മനുഷ്യരും കലാപ്രകടനങ്ങളുടെ ഈണത്തിലും താളത്തിലും ഉണർന്നിരിക്കുകയായിരുന്നു. പാട്ടിൻ്റെ പുത്തൻ ശീലുകൾ, നൃത്തത്തിൻ്റെ വൈവിധ്യഭാവങ്ങൾ, അഭിനയത്തിൻ്റെ മാസ്മരിക മുഹൂർത്തങ്ങൾ
എന്നിവയൊക്കെ അനന്തപുരിയുടെ ഹൃദയതാളമാവുകയായിരുന്നു. ആ താളവും നിറവും നിലവുകളും അനന്തപുരിയുടെ അതിരുകൾ കടന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എത്തി ദേശാന്തരങ്ങളിലുള്ള മലയാളികളെ ആകെ ഇവിടെ വിരിഞ്ഞ വർണ്ണക്കാഴ്ചകളും നാദവിസ്മയങ്ങളും ഏറ്റുവാങ്ങി. ഏഷ്യാവൻകരയിലെ ഏറ്റവും വലിയ കലാമാമാങ്കമായാണല്ലോ നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവം അറിയപ്പെടുന്നത്. പന്തീരായിരത്തോളം കൊച്ചു കലാകാരന്മാരും കലാകാരികളും അരങ്ങേറുന്ന കലാമേള കലയുടെ മഹാഗോപുരങ്ങൾ കീഴടക്കാൻ ചുവടുവെക്കുന്ന ആയിരങ്ങൾ, ഇവരെ മനസ്സുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്ന 3.5 കോടി മലയാളികൾ ഈ കലോത്സവത്തിൻ്റെ അരങ്ങുകളിലൂടെ കലയുടെ ഗിരിശൃംഗങ്ങൾ കീഴടക്കിയ ഒത്തിരി ആളുകളാണ്. നമ്മുടെ യേശുദാസും ജയചന്ദ്രനും തൊട്ട് തുടങ്ങുന്ന ആ മഹാ കലാകാരന്മാരുടെ ശ്രേണി, അവർ എത്തപ്പെട്ട സിംഹാസനങ്ങൾ സ്വന്തമാക്കാനുള്ള സമർപ്പിത പ്രകടനങ്ങളാണ് ഇവിടെ ഈ വേദികളിൽ അണിനിരന്നിരിക്കുന്നത്. കലയും സാഹിത്യവുമൊക്കെ മനുഷ്യൻ്റെ മനസ്സിനെ ചിന്തകളെയും വിപുലീകരിക്കുവാനുള്ള ഉപാധികളാണ് എന്നാണ് പറയാറുള്ളത്. സങ്കുചിതമായ എല്ലാ ചിന്തകൾക്കും താല്പര്യങ്ങൾക്കും അപ്പുറം മനുഷ്യനെ ഒരുമിപ്പിക്കുവാനുള്ള മഹാശക്തിയും കലയിലും സാഹിത്യത്തിലും അന്തർലീനമാണ് എന്നും പറയാറുണ്ട്. അങ്ങനെയുള്ള ഈ മേഖലകളിൽ ആശാസ്യമല്ലാത്ത പ്രവണതകൾ തുടരരുത് എന്നാണ് നാം എല്ലാം ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആവുകയും വേണം. പക്ഷേ ഓരോ വർഷവും മത്സരവേദികളിൽ നടമാടുന്ന ചില പ്രവണതകൾ ഒട്ടും ആശാസ്യമല്ല ആണെന്ന് പറഞ്ഞുകൂടാ. അപ്പീലുകൾക്ക് വേണ്ടി വാശി പിടിക്കുന്നതും പണം കൊടുത്ത് വിജയം തരപ്പെടുത്തുന്നതും ഏത് കലയെ എങ്ങനെ സംശുദ്ധമാക്കാമെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. ഇതിൻ്റെയൊക്കെ ഒഴിവാക്കി കലയുടെ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ കഴിയേണ്ടതുണ്ട്. കലാപ്രകടനങ്ങളുടെ മുന്നിലോ പിന്നിലോ അപസ്വരങ്ങളുടെ വീണമീട്ടാൻ ആരും ശ്രമിക്കരുതെന്നാണ് എൻ്റെ അപേക്ഷ. ഇക്കാര്യത്തിൽ കുട്ടികളെക്കാൾ ഏറെ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ജാഗ്രത ഉണ്ടാവേണ്ടത് എന്നും ഞാൻ കരുതുന്നു. ഏതായാലും വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത് എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്ക് ലഭിച്ച ഗ്രേഡുകളുടെ കയറ്റിറക്കങ്ങൾ വെറും സാങ്കേതികം മാത്രമാണെന്ന് കരുതിയാൽ മതി. ഏത് ഗ്രേഡ് ലഭിച്ചവരായാലും അവരെ കാത്തിരിക്കുന്നത് വലിയ സാധ്യതകളാണ്. അത് പ്രയോജനപ്പെടുത്താൻ സമർപ്പിത മനസ്സും കഠിന പ്രയത്നവുമാണ് വേണ്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കും. ചിന്തയിലും ഹൃദയത്തിലും സൂക്ഷിച്ച് മുന്നേറുക. ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ആശംസകൾ. നന്ദി, നമസ്കാരം.